Dear students, welcome to the next video lecture on circuits and networks. In this video, I am going to explain the analysis of different type of series RLC circuit. In the series RLC circuit can be classified into critically damped circuit, overdamped circuits and underdamped circuit depending upon the values of R, L and C. These three types of circuits will be analyzed in this video. So consider an RLC circuit as in the figure. Initially the switch is open and at t is equal to 0 the switch is closed. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്മുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് ക്ലോസ്ഡ് ആയി. സോ ഈ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആർ സിയിലും ആർ എല്ലിലൊക്കെ ചെയ്ത പോലെ തന്നെ KVL അപ്ലൈ ചെയ്യാം. സോ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് V എന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മൾ KVL എഴുതുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കാണുന്നത് മൈനസ് ആണ്, സോ മൈനസ് V. ദെൻ ഇവിടുത്തെ വോൾട്ടേജ്, അവിടുത്തെ കറണ്ട് I of t ആണ്, സോ പ്ലസ് I of t ഇൻറ്റു R ആയിരിക്കും. ദെൻ there will be a voltage across inductor that will be L into di by dt and its polarity will be positive here and minus here. So the voltage across inductor will be L into di by dt and the voltage across capacitor, okay, will be 1 by C integral 0 to t I of t dt. So നമ്മളിവിടെ ചെയ്യുന്നത് അനാലിസിസ് ഓഫ് ആർ എൽ സി സർക്യൂട്ട് വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷനാണ്. ഇനീഷ്യലി ആ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും എന്തില്ല, ഇൻഡക്ടറിൽ കൂടെ ഇനീഷ്യൽ കറണ്ട് ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇനീഷ്യലി ആ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ എന്തായാലും കറണ്ട് ഉണ്ടാവില്ല. ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്താണ്, 0 എന്ന് അസ്യൂം ചെയ്യുകയാണ്. ചില സർക്യൂട്ടുകളിൽ അതും വരാം. ഓക്കെ, സോ ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാപ്ലേസ് ട്രാൻസ്ഫോം സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്, നമ്മുടെ മൈനസ് വി എന്ന് പറയുന്നത് ബാറ്ററി വോൾട്ടേജ് സോഴ്സാണ്. സോ ബാറ്ററിയുടെ വാല്യൂ ഇപ്പോൾ 5 ആണെങ്കിൽ 5/s ആയിരിക്കും അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതേപോലെ ഇവിടെ വെച്ചാൽ എന്താണ്, മൈനസ് V ആയതുകൊണ്ട് മൈനസ് V/s വിൽ ബി ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. ആൻഡ് I of t R, ഫോർ I of t the ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ബി I of s and for resistance ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ബി റെസിസ്റ്റൻസ് itself. സോ റെസിസ്റ്റൻസ് ആണ് എപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാലും റെസിസ്റ്റൻസ് എപ്പോഴും അതേപോലെ തന്നെയാണ്. റെസിസ്റ്റൻസിൽ വാല്യൂ ആ ആറിന് R/s R into s അങ്ങനെയൊന്നും മാറുന്നില്ല. സോ I of s into R will be the Laplace transform of the voltage across the resistance and L into d by dt of I of t. The Laplace transform of this term L നമ്മൾ പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ള എന്താണ് d by dt of I of t. സോ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ശരിക്കും S into I of s മൈനസ് I of 0 എന്നുണ്ട്. I of 0 ഇനീഷ്യൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, S into I of s എന്ന് മാത്രം മതി. സോ L into S into I of s will be the voltage across inductor in Laplace form. Similarly 1 by C into integral I of t dt, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, 1 by C പുറത്തേക്ക് എടുക്കുക, ബാക്കി ഇൻ്റഗ്രൽ I of t dt ആണ്. ഇൻ്റഗ്രൽ I of t dt-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുമ്പോൾ എന്താണ്, I of s by s ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തത്, 1 by C into s, 1 by cs into I of s എന്ന് പറയുന്ന ടേം വന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു, ഈ KVL ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. ഇനി നമുക്ക് എന്താണ്, നമുക്ക് I of t കണ്ടുപിടിക്കണം, I of t-യുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി, ആദ്യം ഇക്വേഷൻ 19-ൽ I of s ഈസ് ഈക്വൽ ടു, റീഅറേഞ്ച് ചെയ്ത് I of s ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് I of s-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമ്മൾ എന്ത് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു നേരത്തെ ഇക്വേഷൻ. അപ്പോൾ I of s ഇൻറ്റു R പ്ലസ് SL പ്ലസ് 1 by CS ഈസ് ഈക്വൽ ടു V/s എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ I of s-ൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ലേസ് ഇൻവേഴ്സ് കാണാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി, ആ ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ, എസിൻ്റെ ഹയസ്റ്റ് പവർ എന്താണെന്ന് നോക്കുക. ന്യൂമറേറ്ററിലും എസ് ഉണ്ടെങ്കിൽ, ഇത് എസിൻ്റെ ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് പവർ നോക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എസിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് S² ആണ്. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുക. കോഎഫിഷ്യൻറ്റ് ഏതാണ്, L into C ആണ്, LC ആണ്. സോ LC ഡിനോമിനേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ LC പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇതിലേക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ L into C പുറത്തേക്ക് എടുക്കണം. ആ സിയും വെട്ടിപ്പോവും, ബാക്കി V/L ആണ്. ആ V/L ആണ് ഇവിടെ എഴുതിയുള്ളത്. ഡിനോമിനേറ്ററിൽ നിന്ന് LC പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് എഴുതാം, S² പ്ലസ് R/LS പ്ലസ് 1/LC എന്ന് എഴുതാം. സോ ഇതാണ് I of s-ൻ്റെ എക്സ്പ്രഷൻ. I of s-ൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ I of t കണ്ടുപിടിക്കാൻ പറ്റും. ഈ RLC സർക്യൂട്ടിലാവുമ്പോൾ
ഈ ഡിനോമിനേറ്റർ പോളിനോമിയലിൽ ആറിൻ്റെയും എല്ലിൻ്റെയും സിയുടെയും വാല്യൂ അനുസരിച്ച് ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണ്. ആ സെക്കൻഡ് ഓർഡർ പോളിനോമിയലിൽ എന്തുണ്ടാവും, രണ്ട് റൂട്ട്സുകൾ ഉണ്ടാവും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, രണ്ട് റൂട്ട്സ് ഉണ്ട്. അതേപോലെ ഡിനോമിനേറ്ററിൽ ഈ എസ് സ്ക്വയർ വരുന്ന ടേം ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിന് രണ്ട് റൂട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ. ആ റൂട്ടുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അല്ലെങ്കിൽ റൂട്ടുകളുടെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് RLC സർക്യൂട്ടുകളുണ്ട്. സോ നമുക്ക് എന്തറിയാം, ഐ ഓഫ് ടി ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ടേക്കിംഗ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ബട്ട് ഇറ്റ്സ് നേച്ചർ, ഈ ഐ ഓഫ് ടി എങ്ങനെ വേരി ചെയ്യും അല്ലെങ്കിൽ ഐ ഓഫ് ടിയുടെ നേച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ ഡിനോമിനേറ്റർ പോളിനോമിയൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിനോമിനേറ്റർ പോളിനോമിയൽ എന്താണ്, എസ് സ്ക്വയർ പ്ലസ് R/L എസ് പ്ലസ് 1/LC ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സ്, ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടും. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എസ് സ്ക്വയർ ആണ്, എസ് സ്ക്വയർ, എസ് ആണ് നമ്മുടെ വേരിയബിൾ. എസ് സ്ക്വയർ വരുന്നതുകൊണ്ട് അത് ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് നമുക്ക് അറിയാം. എന്താണ്, എന്ത് ഫോർമുല വെച്ചാണ് കാണുക നമ്മൾ, പ്ലസ് ഓർ മൈനസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട്സ് കാണുക. അതേ ഫോർമുല തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ റൂട്ട്സിന് രണ്ട് റൂട്ടുകൾ ഉണ്ടാവും. അത് നമ്മൾ S1ഉം S2 ആണ് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേംസിനനുസരിച്ച് x1 x2 എന്ന് പറയും. ഇവിടെ എസ് ആണ് നമ്മുടെ പോളിനോമിയലിൽ വേരിയബിൾ ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു, S1ഉം S2 ആണ് റൂട്ട്സ് എന്ന് വിചാരിച്ചു. നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇവിടെ ബി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ബി എന്ന് പറയുന്നത് R/L ആണ്. സി എന്ന് പറയുന്നത് എന്താണ്, 1/LC ആണ്. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണുന്ന ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, S1ൻ്റെയും S2ൻ്റെയും S1ഉം S2ഉം കാണാനുള്ള ഫോർമുല ഇങ്ങനെ കിട്ടും. വേറെ S1 എന്താണ്, S1 കാണണമെങ്കിൽ ഇതിൽ പ്ലസ് എടുക്കുക, S2 കാണാൻ എന്തെടുക്കുക, മൈനസ് എടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് എടുത്തു കഴിഞ്ഞാൽ S1 കിട്ടും. ആ ഈ ഫോർമുലയിൽ തന്നെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടും, S2 കിട്ടും. ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ഈ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിലൊക്കെ ഈ R/2L നമ്മൾ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ 1/√LC ഈ ടേം ശരിക്കും ωn² ആണ്. സോ 1/√LC നമ്മൾ എന്ത് കൊടുക്കും, ωn നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആൽഫ എന്ന് പറയുന്നത് R/2L-ഉം ωn 1/√LC ആണ്. ശരിക്കും അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതും കൂടി എഴുതി വയ്ക്കുക. നിങ്ങൾ S1 ആൻഡ് S2ൻ്റെ വേറൊരു ഇക്വേഷൻ എഴുതാം ഇൻ ടേംസ് ഓഫ് ആൽഫ ആൻഡ് ωn മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് R/2L ആൽഫയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ωn² എന്ന് എഴുതാം. സോ S1 S2ൻ്റെ ആൽഫയുടെയും ωn ടേംസിലുള്ള ഇക്വേഷനാണ് എന്ത്, S1 ആൻഡ് S2 വിൽ ബി ഈക്വൽ ടു മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ωn². ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ഈ റൂട്ട്സുകളുടെ വാല്യുവേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. സോ ഈ ഇക്വേഷൻ കൂടി നിങ്ങൾ എഴുതി വയ്ക്കുക. സോ ആൽഫയുടെ വാല്യൂ എന്താണ്, R/2L ആണ്. ആൻഡ് ωn വിൽ ബി ഈസ് ഈക്വൽ ടു 1/√LC. ഓക്കെ, സോ ഇനി ഈ S1ൻ്റെയും S2ൻ്റെയും വാല്യൂ ആൽഫയുടെ, ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ ആറിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ വാല്യൂ അറിയാം, എല്ലിൻ്റെയും സിയുടെയും വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആൽഫയുടെയും ωnൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ S1ഉം S2ഉം എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അത് ചില സമയത്ത് റിയൽ നമ്പർ വരും, ചില സമയത്ത് കോംപ്ലക്സ് നമ്പർ വരും, ചില സമയത്ത് S1 S2 എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ചില സമയത്ത് എന്താ പറഞ്ഞത്, S1ൻ്റെ S2 വാല്യൂ സെയിം വരാം, S1 S2 കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് വരാം, കോംപ്ലക്സ് വാല്യൂസ് വരും. കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് വാല്യൂസ് ആയിട്ടായിരിക്കും വരിക. അതായത് ഇപ്പോൾ -2 + j3 ആണെങ്കിൽ -2 - j3 അങ്ങനെ രണ്ട് വാല്യൂസ് വരാം, കോംപ്ലക്സ് കോൺജുഗേറ്റ് വരാം. റിയൽ ആയിട്ടുള്ള വാല്യൂസ് തന്നെ രണ്ടും ഈക്വൽ ആയിട്ട് വരാം. ഓക്കെ, എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് ആണ്, റിയൽ പാർട്ട് എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, S1 S2ൻ്റെയും വാല്യൂസ്. സോ ഈ S1ൻ്റെയും S2ൻ്റെയും വാല്യൂ നമുക്കറിയാം, അതാണ് S1 S2 ആണെങ്കിൽ ഈ ഡിനോമിനേറ്റർ പോളിനോമിയൽ നമ്മൾ നേരത്തെ I of S എഴുതി. I of Sൽ ഡിനോമിനേറ്റർ പോളിനോമിയൽ എന്താണ്, ഇതാണ്.
അല്ലേ? എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ എസ് പ്ലസ് 1/LC ആണ്. അതിനെ S1ൻ്റെയും S2ൻ്റെയും ടേംസിൽ നമുക്ക് എന്ത് എഴുതാം? S മൈനസ് S1 ഇൻറ്റു S മൈനസ് S2 എന്ന് എഴുതാം. ഓക്കെ, സോ ഐ ഓഫ് എസ് ക്യാൻ ബി റിട്ടേൺ എസ് V/L ഡിവൈഡഡ് ബൈ ആ പോളിനോമിയൽ നമ്മുടെ എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ എസ് പ്ലസ് 1/LC എന്ന് പറയുന്നത് നമ്മുടെ S1ൻ്റെയും S2ൻ്റെയും ടേംസിൽ നമുക്ക് എന്ത് എഴുതാം? S മൈനസ് S1 ഇൻറ്റു S മൈനസ് S2 എന്ന് എഴുതാം. സോ ഐ ഓഫ് എസ് നമ്മൾ എന്ത് എഴുതി? ഇങ്ങനെ എഴുതി ഇൻ ടേംസ് ഓഫ് S1 ആൻഡ് S2. ഇനി S1ൻ്റെയും S2ൻ്റെയും വാല്യൂസ് അനുസരിച്ച് ഈ ഐ ഓഫ് എസിൻ്റെ റെസ്പോൺസ് പല ടൈപ്പാണെന്ന് പറഞ്ഞു. ആ റെസ്പോൺസ് പല ടൈപ്പ് ആകുന്നതിനനുസരിച്ച് നമുക്ക് പല ടൈപ്പ് സിസ്റ്റമുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താണ്? ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ഉണ്ട്, അണ്ടർ ഡാംഡ് സിസ്റ്റം ഉണ്ട്, ഓവർ ഡാംഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ആൽഫയുടെയും ഒമേഗ എന്നിൻ്റെയും വാല്യൂ സെയിം ആണെന്ന് വിചാരിക്കുക. ആൽഫയുടെ വാല്യൂ R/2L ഒമേഗ N 1/√LCയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മിക്കവാറും ചെക്ക് ചെയ്യും, ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യും. അങ്ങനെ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ റൂട്ട്സ് വിൽ ബി ഈക്വൽ. S1ൻ്റെയും S2ൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. അതെങ്ങനെ പറഞ്ഞത്? S1ൻ്റെയും S2ൻ്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ N സ്ക്വയറാണ്. ആൽഫയുടെ വാല്യൂ ഒമേഗ എന്നിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആവും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ അത് ഇല്ലാതാവും. സോ S1ൻ്റെയും S2ൻ്റെയും വാല്യൂ എന്തായിരിക്കും? മൈനസ് ആൽഫ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റൂട്ട്സ് വിൽ ബി ഈക്വൽ. അതെന്തായിരിക്കും? S1 ആൻഡ് S2 വിൽ ബി, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏന്നാണ് എടുത്തിട്ടുള്ളത്. ഏന്ന് എടുക്കണം എന്നൊക്കെ ഇല്ല, മൈനസ് ആൽഫ. വെറുതെ ആ മൈനസ് ആൽഫേനെ എ കൊണ്ട് ഡിനോട്ട് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും തന്നെ എടുക്കാം. ഈ എക്ക് പകരം മൈനസ് ആൽഫ തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്താലും മതി. ബാക്കിയുള്ള ഡെറിവേഷൻസ് അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഇക്വേഷൻസിലൊക്കെ മൈനസ് ആൽഫ കൊടുക്കണം എന്ന് മാത്രം. സോ ഇനി മൈനസ് ആൽഫ നിങ്ങൾ മൈനസ് ആൽഫ ഇട്ട് തന്നെ ചെയ്തോ, അതാണ് കുറച്ചുകൂടി നല്ലത്. സോ മൈനസ് ആൽഫ. ദെൻ അങ്ങനെയാണെങ്കിൽ ഐ ഓഫ് എസിൻ്റെ ഇക്വേഷൻ എന്ത് വരും? V/L ബൈ എസ് മൈനസ് എ സ്ക്വയർ അല്ല, എസ് പ്ലസ് ആൽഫ സ്ക്വയർ വരും. ഓക്കെ, ആൽഫ നിങ്ങൾ എക്ക് പകരം മൈനസ് ആൽഫയാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? എസ് പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ വരും. സോ ഐ ഓഫ് എസ് ഐ ഓഫ് എസിൻ്റെ ഇക്വേഷൻ. ദെർഫോർ ഐ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? L ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം. ഇപ്പോൾ ഡിനോമിനേറ്റർ ഇത് ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? V/L ഡിവൈഡഡ് ബൈ, ഇപ്പോൾ എയുടെ ടേംസിലാണെന്ന് വെച്ചാൽ S മൈനസ് എ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ആൽഫയുടെ ടേംസിലാണെന്ന് വെച്ചാൽ എന്ത് എഴുതാം? എസ് പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ എന്ന് അറിയാം, എഴുതാം. ഇനി ഇത് ഐ ഓഫ് എസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ഓഫ് ടി കിട്ടും. ഓക്കെ, അതിൽ V/L കോൺസ്റ്റൻറ്റാണ്, പുറത്തേക്ക് എടുക്കാം. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? L ഇൻവേഴ്സ് ഓഫ് 1/S പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എയുടെ ടേംസിലാണെന്ന് വെച്ചാൽ S മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ 1/S പ്ലസ് ആൽഫ അല്ലെങ്കിൽ 1/S മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം. ഇപ്പോൾ 1/S പ്ലസ് എ ഹോൾ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? T ഇൻറ്റു ഇ റേസ് ടു മൈനസ് AT ഫോമിലായിരിക്കും. ഓക്കെ, എസ് പ്ലസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് AT വരും. എസ് മൈനസ് എ ആണ് ഹോൾ സ്ക്വയർ എങ്കിൽ അതിന് എന്ത് വരും? ഇ റേസ് ടു പ്ലസ് AT വരും. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ് 1/S മൈനസ് എ സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്താവും? T ഇൻറ്റു ഇ റേസ് ടു AT ആവും. നിങ്ങളവിടെ എസ് പ്ലസ് ആൽഫയാണ് എടുക്കുന്നതെങ്കിൽ ഇ റേസ് ടു മൈനസ് ആൽഫ ടി ആയിരിക്കും. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾ എന്താണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇത് എഴുതുക. ഓക്കെ, ആൽഫയുടെ ടേംസിലാണെന്ന് വെച്ചാൽ V/L T ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് കിട്ടും. എയുടെ ടേംസിലാണെങ്കിൽ V/L T ഇൻറ്റു ഇ റേസ് ടു AT എന്ന് കിട്ടും. അപ്പോൾ ഐ ഓഫ് ടി ആയി. ഐ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കണ്ടുപിടിക്കുക. ഐ ഓഫ് ടി കണ്ടുപിടിച്ചു. സപ്പോസ് ഇപ്പോൾ RLC സീരീസ് സർക്യൂട്ടിലൊക്കെ എപ്പോഴും കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം ഇനീഷ്യലി കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും, പിന്നെ കപ്പാസിറ്റർ ചാർജായി അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്തും. അതുകൊണ്ട് VC ഓഫ് എസ്, സപ്പോസ് പ്രോബ്ലത്തിലൊക്കെ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് VC ഓഫ് എസ് എങ്ങനെ എഴുതാം? VC ഓഫ് എസ് ക്യാൻ ബി റിട്ടേൺ എസ്. ഇതാണ് ഐ ഓഫ് എസ്. ഐ ഓഫ് എസ് ഇൻറ്റു 1/CS എന്ന് എഴുതാം. സോ ഐ ഓഫ് എസിൻ്റെ കൂടെ ഒരു 1/CS, നിങ്ങൾ ആൽഫയാണ് എടുക്കുന്നതെങ്കിൽ ആൽഫയുടെ ടേംസിൽ എഴുതുക, എ ആണെന്ന് വെച്ചാൽ എയുടെ ടേംസിൽ എഴുതുക. സോ ഞാനിവിടെ എയുടെ ടേംസിലാണ് എഴുതിയുള്ളത്. സോ എന്ത് വരും? V/LC ഐ ഓഫ് എസിന് ഈ ടേമിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1/CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടും? VC ഓഫ് എസിൻ്റെ ഇക്വേഷൻ ഇത് കിട്ടും. ഇനി VC ഓഫ് എസ് ഇങ്ങനെയാണെങ്കിൽ VC ഓഫ് ടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? VC ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ടേമിന് എന്ത് ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക.
പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് എ പ്ലസ് സി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ. അത് പല ടൈപ്പ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എസ് ഇൻറ്റു എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ അങ്ങനെയുള്ള ടേമുകൾ വരികയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ 3 ആയിട്ടാണ്: എ ബൈ എസ്, ബി ബൈ എസ് മൈനസ് എ പ്ലസ് സി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഇങ്ങനെ 3 ആയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇവിടെ A1 B1 C1 എന്ന് എടുത്തോളൂ. ഈ C1 എടുത്തിട്ടില്ലെങ്കിൽ എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ സി കപ്പാസിറ്റൻസിൻ്റെ സിയും ഈ സിയും തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്തെടുത്തത്? A1 B1 C1 എന്നെടുത്തത്. സോ അത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ്, ഈ ഡെറിവേഷനൊക്കെ ചെയ്തതിനെക്കാട്ടി മുമ്പ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം. ആ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് A1ൻ്റെ വാല്യൂ കിട്ടുന്നത് എന്താണ്? V ബൈ LC A സ്ക്വയർന്ന് കിട്ടും. B1 ആണെച്ചാൽ ഈ ടേം കിട്ടും. C1 ആണെച്ചാൽ ഇത് ടേം കിട്ടും. നിങ്ങൾ ആൽഫയുടെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് വരിക? മൈനസ് ആൽഫ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മൈനസിൻ്റെ സ്ക്വയർ ആൽഫ സ്ക്വയർ തന്നെ വരും. ദെൻ ഇവിടെ മൈനസ് ആൽഫ, ഇവിടെ എന്ത് വരും? ഇവിടെ മൈനസ് ആൽഫ സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നിങ്ങളുടെ ആൻസറിൽ കിട്ടുക. ഓക്കെ, ദെൻ ഇതിനെ തന്നെ എന്ത് ചെയ്തു? ഒന്ന് റീഅറേഞ്ച് ചെയ്തു. V ബൈ LC A സ്ക്വയർ ഒന്ന് പുറത്തേക്ക് എടുത്തു. സോ ഇങ്ങനെ കിട്ടി. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VC ഓഫ് T കിട്ടും. ഓക്കെ, VC ഓഫ് T 1 ബൈ എസിൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1 ആണ്. ദെൻ ഇത് നമ്മുടെ A ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ T ഇൻറ്റു ഇ റേസ് ടു എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ഇതെന്താണ്? 1 ബൈ എസ് മൈനസ് എ സ്ക്വയർ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? T ഇൻറ്റു ഇ റേസ് ടു 80 കിട്ടും. 1 ബൈ എസ് മൈനസ് എയുടെ എന്ത് കിട്ടും? ഇ റേസ് ടു 80 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ കിട്ടി. ഓക്കെ, സോ ഇതെന്താണ്? VC ഓഫ് T, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വിൽ ബി VC ഓഫ് T. I ഓഫ് ടി കിട്ടി, VC ഓഫ് T കിട്ടി. ഈ VC ഓഫ് ടിക്ക് RLC സർക്യൂട്ടിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് VC ഓഫ് ടിയുടെ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കേസ്. ഈ സിസ്റ്റത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആൽഫയുടെ വാല്യൂ ഒമേഗ എന്നിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ റൂട്ട്സ് എല്ലാം സെയിം ആയിരിക്കും. റൂട്ട്സ് സെയിം ആണെങ്കിൽ നമ്മുടെ VC ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് ആൽഫയും ഒമേഗാനും സെയിം, റൂട്ട്സ് സെയിം ആണെങ്കിൽ അതിനെ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ റെസ്പോൺസ് ഒരു പ്രത്യേക രീതിയിലാണ് വരിക. അത് നമ്മൾ ലാസ്റ്റ് നോക്കാം. ഇനി അടുത്തൊരു കേസ്, ആൽഫയുടെ വാല്യൂ. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കേസ് 1 നമ്മളിപ്പോൾ എഴുതി. ഇത് കേസ് 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ. അങ്ങനെയാണെങ്കിൽ റൂട്ട്സ് ആർ റിയൽ ബട്ട് അൺഈക്വൽ. റിയലും ആയിരിക്കും, റിയൽ വാല്യൂസ് ആയിരിക്കും. S1ൻ്റെയും S2ൻ്റെയും വാല്യൂസ് റിയൽ വാല്യൂസ് ആയിരിക്കും, കോംപ്ലക്സ് ആയിരിക്കില്ല. റിയൽ വാല്യൂസ് ആയിരിക്കും ആൻഡ് അൺഈക്വൽ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമ്മുടെ റൂട്ട്സിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി എടുക്കുക. എന്താണ്? S1, S2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആൽഫയുടെ ടേംസിൽ മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ എൻ സ്ക്വയർ എന്നാണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ ഒമേഗ എന്നിനെക്കാട്ടും വലുതാണെങ്കിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്താ? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ പോസിറ്റീവ് വാല്യൂ അത് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കാം. സപ്പോസ് ഞാൻ ആൽഫയുടെ വാല്യൂ -2 ആണെന്ന് വിചാരിച്ചു. പ്ലസ് ഓർ മൈനസ് ആ റൂട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് വാല്യൂ 25 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? -2 പ്ലസ് ഓർ മൈനസ് root 25, that means 5. That means S1ൻ്റെ വാല്യൂ -2 പ്ലസ് 5ഉം ദെൻ S2ൻ്റെ വാല്യൂ എന്താണ്? -2 -5ഉം. ദേ ആർ ഡിഫറൻ്റ് ആണ്, റിയൽ വാല്യൂസ് ആണ്, കോംപ്ലക്സ് വാല്യൂസ് അല്ല. അതെന്താണ്? ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂസുമാണ്. S1ഉം S2ഉം ഡിഫറൻ്റ് ആണ്. ആ ഡിഫറൻ്റ് ആയതുകൊണ്ട് അതിനെ ഫസ്റ്റത്തേനെ ഞാനത് വെറുതെ ജസ്റ്റ് ഒരു A എന്ന് വിചാരിച്ചു, സെക്കൻഡിനെ B എന്ന് വിചാരിച്ചു. ആ വാല്യൂസിനെ ഒരെണ്ണത്തിന് A എന്നും വിചാരിച്ചു, ഒരെണ്ണത്തിന് B എന്നും വിചാരിച്ചു. അങ്ങനെയാണെച്ചാൽ നമുക്ക് ഐ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മുടെ V/L ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് R/L എസ് പ്ലസ് 1/LC ആണ്. ആ ഡിനോമിനേറ്ററിന് നമുക്ക് എന്ത് എഴുതാം? എയും ബിയും ആണ് റൂട്ട്സ് എങ്കിൽ നമുക്ക് S - A ഇൻറ്റു S - B എന്ന് എഴുതാം. ഓക്കെ, ദെൻ അതിനെ ഇതേപോലെ തന്നെ ഐ ഓഫ് എസിനെ എന്ത് ചെയ്യുക? നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ V/L അതെന്ത് ചെയ്തു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഞാൻ സ്റ്റെപ്പ് ഡയറക്റ്റായിട്ട് എഴുതിയെടുക്കുകയാണ്. എങ്ങനെയാണ് എഴുതുന്നത്? ഇതിനെ
ഈ ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ആണ്. അതിന് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ പ്ലസ് അടുത്ത കോൺസ്റ്റൻറ്റ് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് ബി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് എക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കും. പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടുന്നത് എന്താണ്? 1/s-b എന്നാണ്. ബിയുടെ വാല്യൂ കിട്ടുന്നത് 1/b-a എന്നുമാണ്. അതാണ് ഇവിടെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഐ ഓഫ് എസ് ഉണ്ട്. ദെൻ ഐ ഓഫ് ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. സോ ഇൻവേഴ്സ് എടുക്കുമ്പോൾ വി ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു അല്ലേ, പുറത്തേക്ക് എടുത്തു. ദെൻ 1/s-b ഇതിൽ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. ബാക്കി 1/s-a ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? e⁻t. അതേപോലെ തന്നെ ഇവിടെ 1/b-a എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള 1/s-bയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? e⁻bt. സോ ഐ ഓഫ് ടിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വി സി ഓഫ് എസ് കപ്പാസിറ്ററിനെ ക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് ഐ ഓഫ് എസ് ഇൻറ്റു 1/CS ചെയ്താൽ മതി. ഓക്കെ, കാരണം നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ എസ് ഡൊമൈൻ ഈക്വലൻ്റ് എന്താണ്? 1/CS ആണ്. അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഐ ഓഫ് എസ് ആണ്. സോ അതുകൊണ്ടാണ് ഐ ഓഫ് എസ് ഇൻറ്റു 1/CS എടുത്തത്, കപ്പാസിറ്ററിനെ ക്രോസുള്ള വോൾട്ടേജ് ആയിട്ട്. ഓക്കെ, സോ ഐ ഓഫ് എസ് ഇതാണ്. അതിനെന്ത് ചെയ്യുക? 1/CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് വി സി ഓഫ് എസ് വിൽ ബി ദിസ് വൺ. ഇതിനെ വീണ്ടും പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് എന്താ? ഇതിനപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്താണ്? a/s, b/s-a, c/s-b. ഈ ഫോമിലേക്കാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദെൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ സിയുടെയും വാല്യൂസ് കിട്ടും. സോ ആ കിട്ടിയ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് വേണം ഈ ഡെറിവേഷനൊക്കെ എഴുതാം. ഓക്കെ, സോ എയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് എന്താണ്? 1/ab ആണ്. ബിയുടെ വാല്യൂ ആയിട്ട് കിട്ടുക 1/a ഇൻറ്റു a-b ആണ്. സിയുടെ വാല്യൂ ആയിട്ട് കിട്ടുക 1/b ഇൻറ്റു b-a ആണ്. ഓക്കെ, ദെൻ വി സി ഓഫ് എസ് ആയിക്കഴിഞ്ഞാൽ വി സി ഓഫ് ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നേരത്തെ പറഞ്ഞ പോലെ ഇൻവേഴ്സും ഞാൻ പറയുന്നില്ല. ഈ ടേമിൻ്റെ ഇൻവേഴ്സാണ് എന്ത്? 1/ab വരിക. ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എന്താവും? 1/a ഇൻറ്റു a-b ഇൻറ്റു e⁻t. ആൻഡ് ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എന്താവും? 1/b ഇൻറ്റു b-a ഇൻറ്റു e⁻bt. ഓക്കെ, സോ ഈ ഡെറിവേഷൻ നിങ്ങൾ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും അറിഞ്ഞിരിക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ അറിയാമെങ്കിൽ. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ 3 ഡിഫറെൻറ്റ് കേസുകൾ വരും. അതിലൊരു കേസാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത്, ഇത് അടുത്തൊരു കേസാണ്. ഓക്കെ, സോ ഇൻവേഴ്സ് പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതിൽ നിന്നും വി സി ഓഫ് ടി കിട്ടി. സോ ഇത് സെക്കൻഡ് കേസിൽ നമ്മുടെ വി സി ഓഫ് ടിയുടെ എക്സ്പ്രഷനാണ്. ഇപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത നമ്മൾ പറഞ്ഞത്? ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ. അങ്ങനെയാണെങ്കിൽ റൂട്ട്സ് വിൽ ബി ഡിഫറെൻറ്റ്. റൂട്ട്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മുടെ വി സി ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് കേസ്, ആൽഫ ഈസ് ലെസ് ദാൻ ഒമേഗ എൻ. ആൽഫ ലെസ് ആണെങ്കിൽ, ആൽഫ ഈസ് ലെസ് ദാൻ ഒമേഗ എൻ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റൂട്ട്സിൻ്റെ ഇക്വേഷൻ വരിക? S1 and S2 will be is equal to minus alpha plus or minus root of alpha square minus omega n square ആണ്. സോ ആൽഫ ഒമേഗ എന്നെക്കാട്ടും ചെറുതാണെങ്കിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ റൂട്ട് ഓഫ് എ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോംപ്ലക്സ് വാല്യൂ. ഓക്കെ, സോ അങ്ങനെ കോംപ്ലക്സ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന S1-ൻ്റെയും S2-ൻ്റെയും വാല്യൂസ്, ഇപ്പോൾ സപ്പോസ് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ 25 -25 ആണെന്ന് വിചാരിക്കുക. ഇത് ആൽഫ ഒരു -2 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് -25. അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 ജെ വരും. -25 25യുടെ ഇത് 25യുടെ റൂട്ട് 5. സോ S1 വിൽ ബി -2 പ്ലസ് J5ഉം S2 വിൽ ബി -2 മൈനസ് J5ഉം. അതുകൊണ്ടാണ് S1 ആൻഡ് S2 വിൽ ബി കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. റൂട്ട്സ് ആർ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. ആ കിട്ടുന്ന വാല്യൂ, ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് സപ്പോസ് ആൽഫ പ്ലസ് ഓർ മൈനസ് JBT ആണ് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഡിനോമിനേറ്ററിനെ എപ്പോഴും നമുക്ക് ഡിനോമിനേറ്ററിനെ എന്ത് എഴുതാം? ഇതാണ് റൂട്ട്സ് എങ്കിൽ S മൈനസ് ആൽഫ മൈനസ് JBT എന്നും S മൈനസ് ആൽഫ പ്ലസ് JBT എന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും.
ഐ ഓഫ് ടി കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഈ ഐ ഓഫ് ടിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എപ്പോഴും ആർ എൽ സി സർക്യൂട്ടിൽ എന്താണ്? വി സി ഓഫ് ടി ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻവേഴ്സ് ഞാൻ എഴുതുന്നില്ല. അതിലും നമുക്ക് എന്ത് ചെയ്യാം? വി സി ഓഫ് എസ് ആദ്യം കണ്ടുപിടിക്കാം. വി സി ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ശരിക്കും പറഞ്ഞാൽ വി സി ഓഫ് എസ് നമുക്കറിയാമെങ്കിൽ തിരിച്ചും ഐ ഓഫ് എസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വി സി ഓഫ് എസിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി സി ഓഫ് എസിൽ നിന്ന് നമുക്ക് ഐ ഓഫ് എസ് എഴുതാൻ പറ്റും. വി സി ഓഫ് എസ് ഇൻറ്റു സി എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഐ ഓഫ് എസ് കിട്ടും. ഐ ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് അങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി ഈ മൂന്നാമത്തെ കേസ് വരുമ്പോൾ തന്നെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് ഐ ഓഫ് എസ് ഇതാണ്. ഓക്കെ, ദെൻ ഐ ഓഫ് എസ് ഇൻറ്റു 1/CS ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റു 1/CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസിലും നമ്മളെ ഐ ഓഫ് എസിനെ നമ്മളൊരു ഈ റൂട്ട്സിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് എഴുതി. ഇവിടെ പക്ഷേ എന്ത് ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ടേം തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ V/LC അതിനെ 1/CS കൊണ്ട് ഈ ടേമിനെ 1/CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടേം കിട്ടും. അതിൽ ഈ R/Lന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? R/2L ആണ് ആൽഫ. സോ R/L ഈസ് ഈക്വൽ ടു 2 ആൽഫയാണ്. അതുകൊണ്ടാണ് ഇവിടെ R/Lന് പകരം 2 ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതേപോലെ 1/LC എനിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ω_n² എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 1/LC ഉണ്ട്. അതിന് പകരം എന്ത് എഴുതാം? ω_n² എഴുതാം. ഓക്കെ, സോ ഇത് ജനറൽ ആയിട്ടുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ മൂന്നാമത്തെ കേസ് വരുമ്പോൾ മാത്രം, അതായത് ആൽഫ <ω n ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ ഇൻവേഴ്സ് കാണാൻ ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ, സോ നമ്മൾ വി സി ഓഫ് എസ് എഴുതി. വി സി ഓഫ് എസിനെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? വി സി ഓഫ് ടി കണ്ടുപിടിക്കാം. ഇവിടെ മാത്രം ആ ഇൻവേഴ്സ് കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. നമ്മുടെ പ്രോബ്ലത്തിലായാലും ഈ രീതി തന്നെയാണ് ഫോളോ ചെയ്യുക. സോ വി സി ഓഫ് എസ്, ഇപ്പോൾ വി സി ഓഫ് എസ് നമുക്ക് കിട്ടി. ഇതാണ് വി സി ഓഫ് എസ്. ഉണ്ടെങ്കിൽ നമുക്ക് ഐ ഓഫ് എസും ഇതേ ടേംസിൽ ഇൻറ്റു സി എസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ സി എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി ഇൻറ്റു എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ഓഫ് എസ് കിട്ടും. അതിൻ്റെ ഇൻവേഴ്സും നമുക്ക് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം. ഇനി വി സി ഓഫ് എസ് ആയി. ഇനി വി സി ഓഫ് എസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിലൊരു ക്വാഡ്രാറ്റിക് ടേം ഉണ്ട്, ദെൻ എസിൻ്റെ ടേം ഉണ്ട്. എസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നോർമലി ചെയ്യുന്ന പോലെ A/S പ്ലസ് ഈ ക്വാഡ്രാറ്റിക് ടേം ആയതുകൊണ്ട് അതിനെ ന്യൂമറേറ്ററിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? BS + C ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾക്കറിയാം, V⍵n² ഡിവൈഡഡ് ബൈ S ഇൻറ്റു S² + 2αS + ω_n²നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്തിട്ട് A/S പ്ലസ് BS + C ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്റർ S² + 2αS + ω_n². ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് V⍵n² ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് ടേമുകൾ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഇക്വേഷൻ്റെ S²ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ചിലപ്പോൾ ഉണ്ടാവാം, S²ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഉണ്ടാവാം, S⁻⁴ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, S⁻�0ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഉണ്ടാവും. ഈ കോഎഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസുകൾ കിട്ടും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് ടേം വരുമ്പോൾ എങ്ങനെയാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണേണ്ടത് എന്ന് നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്താൽ A = V എന്ന് കിട്ടും. ബിയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് -V ആണ്. ആൻഡ് സിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? -2αV ആണ്. ഓക്കെ, സോ അതൊരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് V കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ 1/S മൈനസ് ന്യൂമറേറ്ററിൽ എന്ത് പറയുക? S + 2α ഡിവൈഡ് ബൈ S² + 2αS + ω_n². ഈ ഡെറിവേഷൻ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഈ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് VC⁻ ആണെങ്കിലും IC⁻ ആണെങ്കിലും ചെയ്യുന്നത് ഇതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇൻവേഴ്സ് കാണുക എന്നൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? S + 2α ഉണ്ട്. ഡിനോമിനേറ്റർ S² + 2αS + ω_n² ഉണ്ട്. ഈ ടേമിനെ ഒരു
ആ ടേമിൽ നിന്ന് നമുക്കിപ്പോൾ a+b² ഫോമിലുള്ള ഒരു ടേം ഡിനോമിനേറ്ററിൽ ആദ്യം വരണം. അപ്പോൾ അത് ആദ്യം മനസ്സിലുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ ഒരു ടേം വരണമെങ്കിൽ ഇപ്പോൾ a+b² എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, a² + 2ab + b². ഇവിടെ a² സ്ഥാനത്ത് s² ആണ്, 2ab സ്ഥാനത്ത് 2αs കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ബിയുടെ സ്ഥാനത്ത് വരേണ്ടത് എന്താണ്, ഇവിടെ ഒരു s² ആണ് വരേണ്ടത്. ഓക്കെ, സോറി s² അല്ല, 2αs α² വരണം. എസ് എന്ന് പറയുന്നതാണ് എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്, എസ് ആണ്, s² ഉണ്ട്. ഓക്കെ, 2s × α ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2s × α ആണുള്ളത്. അപ്പോൾ എന്ത് വരണം, ഒരു α² വരണം. എങ്കിലാണ് നമുക്ക് ഡിനോമിനേറ്റർ s+α² വരുത്തുകയാണ് വേണ്ടത്. ഓക്കെ, s+α² എന്ന് പറയുന്ന ഒരു ടേം ഡിനോമിനേറ്ററിൽ വരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഇതിൻ്റെ s+α² എക്സ്പാൻഷൻ എന്ന് പറയുന്നത് s² + 2αs + α². അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു α² വരുത്തണം. അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇതിൻ്റെ കൂടെ ഒരു +α² ആഡ് ചെയ്തു. അതിൻ്റെ അപ്പം തന്നെ എന്തും ചെയ്യണം, ഒരു -α² കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടേം കിട്ടി. അപ്പോൾ ഇതിൽ ആ +α² ആഡ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, s+α² എന്ന് എഴുതാം. ബാക്കിയുള്ള എന്താണ്, ഇപ്പോൾ ω(n² - α² എന്ന് കിട്ടും. ഈ ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു, s+2α നമുക്ക് എന്ത് എഴുതാം, s+α + α എന്ന് എഴുതും. ഇങ്ങനെ എഴുതാൻ കാരണമുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ω(n² - α²) വേറൊരു വേരിയബിൾ ω(d²) ആയിട്ട് എന്ത് ചെയ്യാണ്, റെപ്രസെൻ്റ് ചെയ്യാണ്. സോ അതിനെ ω(d²) എന്ന് എഴുതി. ഓക്കെ, സോ ആ ഡിനോമിനേറ്ററിൽ a+b² ടേം പോലുള്ള ഒരു ടേം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പരിപാടിയൊക്കെ ചെയ്തത്. എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിൽ ഒരു +α² ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ -α² സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ ചെയ്യണം. സോ s+α² വരും. അങ്ങനെ നമുക്ക് ഈ ഡിനോമിനേറ്റർ ടേം കിട്ടി. നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ചില ഫംഗ്ഷനുകളുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം cos AT, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്, s/s² + a² ആണ്. ഓക്കെ, ഇനി സപ്പോസ് ഒരു e⁻ -bt × cos AT എന്നുണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പറയാം s+b / s+b² + b². ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല ഫംഗ്ഷനുകളുടെ. അതേപോലെ e⁻cos പകരം sin AT ആണെങ്കിൽ എന്ത് വരും, a/s² + a² ആയിരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം. e⁻ -bt × sin AT ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വരിക a തന്നെയാണ്, a/s+b² + b² ഫോമിലാണ് കിട്ടുക. ഈ ഫംഗ്ഷനുകൾ ഇതേപോലത്തെ ഒരു ടേം നമ്മുടെ ഡിനോമിനേറ്ററിലാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ പ്രൊസീജിയറൊക്കെ ചെയ്തത്. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇൻവേഴ്സ് എന്തായിരിക്കും, ഈ ടേം ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ പെട്ടത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചത് അതിനാണ്. ഓക്കെ, സോ ഈ പ്രൊസീജിയർ നമ്മൾ എന്തിലും ചെയ്യും, പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ പ്രോബ്ലത്തിലും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഡെറിവേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ VC(s) ഈ ഫോമിലേക്ക് ആക്കി. ഇനി എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു s+α വന്നു. അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ ശരിക്കും കിടന്നത് എന്താ, s+2α. അപ്പോൾ s+2α നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ s+α എന്ന് പറയുന്ന ടേം ഇവിടെയും വന്നു, +α. ഓക്കെ, ആ ടേം s+α തൊട്ട് ഇത് ഇത്രയും ടേമിന് ഒരു ഫ്രാക്ഷനായിട്ടും ഇത്രയും വരുന്ന 2 ഫ്രാക്ഷനായിട്ടും എന്ത് ചെയ്യാം, ഈ ഫ്രാക്ഷനെ രണ്ടായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് 1/s ഇൻവേഴ്സ് നമുക്ക് അറിയുന്നതാണ്. ഇതിൻ്റെ ഇൻവേഴ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെയാണ്. cos e⁻ -αt cos ω(d)t വരും. ഇനി ഈ ടേം നോക്കുക, ന്യൂമറേറ്ററിൽ ആൽഫ, ഡിനോമിനേറ്ററിൽ s+α² + ω(d²). ന്യൂമറേറ്ററിൽ ഒരു ω(d) വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൈൻ്റെ e⁻at sin bt ഫോമിലാണ്, bt എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോമിലാണ് കിടക്കുക. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു ω(d) വരണം. ന്യൂമറേറ്ററിൽ ω(d) കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ω(d) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ആ ω(d)നെ ഇങ്ങോട്ടാക്കി.
ദെൻ ആൽഫേനെ പുറത്തേക്ക് എടുത്തു. ഇനി നോക്കുക, ഇപ്പോൾ നമ്മുടെ ഈ എല്ലാ 1/s ഇൻവേഴ്സ് നമുക്കറിയാം എന്താണ് 1 ആണ്. ദെൻ ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എന്താണ് e⁻−α_t cos ω_dt ആണ്. ഓക്കെ, ദെൻ ഇതിൽ ഈ ടേമിൽ എന്താ α/ω_d കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ദെൻ ബാക്കിയുള്ള അതിൻ്റെ ഇൻവേഴ്സ് എന്താ e⁻−α_t sin ω_dt ആണ്. ഓക്കെ, സോ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തത്. ഇതേ മെത്തേഡ്, ഇതേ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യും, പ്രോബ്ലത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 3 ഡിഫറെൻറ്റ് കേസുകൾ ഡിസ്കസ് ചെയ്തു RLC സർക്യൂട്ടിൻ്റെ. ഇതിലേതെങ്കിലും ഒരു കേസൊക്കെയാണ് നിങ്ങളെ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം, മിക്കവാറും ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കും. സോ നമുക്കൊരു സമ്മറി നോക്കാം. ശരിക്കും ഈ സമ്മറി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻ്റെ കേസിൽ നമ്മുടെ ഫസ്റ്റ് കേസ് ആൽഫയുടെ വാല്യൂ ω_n ആണെങ്കിൽ റൂട്ട്സ് എല്ലാം സെയിം ആയിരിക്കും. റൂട്ട്സ് സെയിം ആണ്. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിനെ നമ്മൾ എന്ത് പറയുന്നതാണ്, ക്രിട്ടിക്കലി ഡാംഡ് റെസ്പോൺസ് ആണ്. അങ്ങനെ കാണിച്ചാൽ വി സി ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, VC ഈ ഫോമിലാണ് വരിക. ഓക്കെ, ഇതാണ് ശരിക്കും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ദെൻ ഓവർ ഡാംഡ് റെസ്പോൺസ് എവിടെ വരിക, ആൽഫയുടെ വാല്യൂ ω_n വലുതാണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓവർ ഡാംഡ് റെസ്പോൺസ് ആയിരിക്കും. റൂട്ട്സ് വിൽ ബി റിയൽ ആൻഡ് അൺഈക്വൽ. റൂട്ട്സ് എന്ന് പറയുന്നത് റിയലും അൺഈക്വൽ ആയിരിക്കും. ദെൻ നമ്മുടെ VC യുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ദെൻ ആൽഫ < ആണെങ്കിൽ അതിനെ റൂട്ട്സ് വിൽ ബി കോംപ്ലക്സ് കോൺജുഗേറ്റ് ആൻഡ് ദ റെസ്പോൺസ് ഈസ് നോൺ എസ് അണ്ടർ ഡാംഡ് റെസ്പോൺസ് ആൻഡ് VC വിൽ ബി ദിസ് വൺ, ലാസ്റ്റ് ഡിറൈവ് ചെയ്തത്. ഇതിൽ ആൽഫ എന്താവണം, ω_d എന്താണ്, ω_n² - α² ആണ്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സൈഡിലൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക, ആൽഫയുടെ വാല്യൂ എന്താണ്, ω_d = ω_n² - α² ആണ്. അതിൽ ω_n എന്താണ്, 1/√LC ആണ്. ഇതൊക്കെ എഴുതി വയ്ക്കുക. സോ അങ്ങനെ 3 ഡിഫറെൻറ്റ് കേസുകൾ നമ്മൾ പഠിച്ചു. ഇനി നോക്കുക, ഇത് ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലാത്ത കേസാണ്. ഇതിൽ നിന്ന് തന്നെ, ഈ ഇക്വേഷനുകളിൽ നിന്ന് തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഉള്ള ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. അത് ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ഇതിൽ ഈ ആൽഫയുടെ ടേമുകളൊക്കെ എന്താക്കുക, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഒരു കോൺസ്റ്റൻറ്റ് ഇതേ സ്ട്രക്ചർ തന്നെയാണ് വരിക, പക്ഷേ ഈ ടേമുകൾക്കൊക്കെ പകരം എന്ത് വരും, കോൺസ്റ്റൻറ്റുകൾ വരും. സോ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുക, VC വിൽ ബി = VSE + e⁻−α_t × A1 + A2t. ഇത് ശരിക്കും എഴുതിയുള്ളത് ഇതിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, VS എന്ന് എഴുതിയുള്ളത് V എന്ന് തന്നെയാണ്. ഇത് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ VS, എല്ലാത്തിനും VS കോമൺ ആണ്. ദെൻ ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, ഇതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ഒരു കോൺസ്റ്റൻറ്റ് e⁻−α_t, ഈ രണ്ട് ടേമുകളിൽ എന്തുണ്ട്, e⁻−α_t കോമൺ ആയിട്ടുണ്ട്. അതേ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതി. അങ്ങനെയാണ് ഈ ഇക്വേഷൻ പറഞ്ഞത്. ഓക്കെ, സോ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിൻ്റെ ഏത് ഇനീഷ്യൽ കണ്ടീഷൻ ഉള്ളതാണെങ്കിലും ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിലും എന്താണ്, നമുക്ക് ആ VC ജനറൽ ഫോം എന്ന് പറയുന്നത് ഈ ഫോമിൽ എഴുതാൻ പറ്റും. VS + e⁻−α_t × A1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് + A2 × t. ഈ A1ഉം A2ഉം നമ്മുടെ സർക്യൂട്ടിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ജനറൽ എക്സ്പ്രഷൻ എന്ന് ക്രിട്ടിക്കലി ഡാംഡ് ആയിട്ടുള്ള ഒരു സീരീസ് RLCയുടെ ജനറൽ എക്സ്പ്രഷനായിട്ട് നമുക്ക് ഇത് എടുത്താൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ആൽഫയും ω_n ചെക്ക് ചെയ്യുക. ആൽഫ ω_n ആണെങ്കിൽ VC വിൽ ബി = എന്താണ്, VS എന്ന് പറയുന്നത് ആ ബാറ്ററിയുടെ വോൾട്ടേജ് സോഴ്സ് + e⁻−α_t. ആൽഫ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, R/2L ആണ്, × എ കോൺസ്റ്റൻറ്റ് A1 + A2 × t. ഈ A1ഉം A2ഉം നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ കേസ് 2, ആൽഫ ഈസ് > ω_n ആണെങ്കിൽ ഓവർ ഡാംഡ് സിസ്റ്റം ആണ്. അതിൽ VC യുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, VS + എ കോൺസ്റ്റൻറ്റ് × e⁻s1t + എ കോൺസ്റ്റൻറ്റ് × e⁻s2t. S1 S2 എന്താണ്, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് ആണ്. റൂട്ട്സ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, -α ± √α² - ω_n² ആണ്. Then under damped system response will be like this, the last one. ഓക്കെ, ഇതിൽ ആൽഫ നമുക്കറിയാം, ω_d അറിയാം, എങ്ങനെയാണ് ω_dയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം. A1ഉം A2ഉം കോൺസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം.
സോ ഓരോ റെസ്പോൺസ് നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻസിൽ വെച്ചിട്ട് നമ്മളൊരു ഒരു സിസ്റ്റത്തിൻ്റെ ആറിൻ്റെയും എല്ലിൻ്റെയും സിയുടെയും വാല്യൂസൊക്കെ നമുക്കറിയാം. അതിൻ്റെ വെച്ചിട്ടൊരു പ്ലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ വി സി ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടി നമ്മൾ എന്ത് ചെയ്യുക, വി സി ഓഫ് ടി കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യുക. അത് എളുപ്പമൊന്നല്ല, കുറേ ഡിഫറെൻറ്റ് പോയിന്റുകൾ എടുക്കണം. ഓക്കെ, അത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും. അണ്ടർ ഡാംഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓസിലേഷൻസ് വരുന്ന, നമുക്കറിയാം അണ്ടർ ഡാംഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ, ഇക്വേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇതിൽ കണ്ടോ സൈൻ്റെയും കോസിൻ്റെയും ടേം വരുന്നുണ്ട്. ആ സൈൻ്റെയും കോസിൻ്റെയും ടേം വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇവിടെ കണ്ടോ കുറച്ച് ഓസിലേഷൻസ്, ഇങ്ങനെ ഓസിലേറ്ററി റെസ്പോൺസ് ആയിരിക്കും അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് വരിക, പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്താണ്, ഈ ഓസിലേഷൻസ് ഒന്നുമില്ല, സൈൻ്റെയും കോസിൻ്റെയും ടേം അതിലില്ല. ഇതിങ്ങനെ കൂടി 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 വന്നിട്ട് ഇതെന്ത് ചെയ്യും, അവസാനം ഈ ഫൈനൽ വാല്യൂയിലേക്ക് പതുക്കെ എത്തും. ഓവർ ഡാംഡ് സിസ്റ്റം എന്ന് വെച്ചാൽ അതിലേക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യുക, സപ്രസ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഈ ഓവർ ഷൂട്ടുകളൊക്കെ വളരെ കുറവുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ഡാംഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ സീരീസ് ആർ എൽ സി സർക്യൂട്ട് 3 ഡിഫറെൻറ്റ് കേസുകൾ, 3 ഡിഫറെൻറ്റ് ഡെറിവേഷൻസ് പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, സമ്മറി ആയിട്ട് എഴുതി. ഇതാണ് സമ്മറി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഡെറിവേഷൻസ്. ഓക്കെ, താങ്ക് യു.